എവ്രിവൺ, നമസ്കാരം. സൗമ്യ സോർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, അതായത് ചീര കൊണ്ട് തോരൻ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ, ഞാൻ ഒരു കെട്ട് ചീര ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരുപാട് ചെറുതാക്കണമെന്നൊന്നുമില്ല, അതായത് ഈ ഒരു പരുവത്തിൽ മുറിച്ചാൽ മതി. പിന്നെ ഏകദേശം ഒരു അരമുറി തേങ്ങ ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 8 അല്ലി ചെറിയ അല്ലിയാണ് കേട്ടോ വെളുത്തുള്ളി, അതുപോലെ ഒരു പകുതി സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചെറിയ വെങ്കായം ഉണ്ടെങ്കിൽ എടുത്തോളൂ. എൻ്റെ അടുത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ സവോള എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ സവോളയുടെ പകുതിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതുപോലെ കടുക്, 1 ടീസ്പൂൺ കടുക്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ഈ തേങ്ങയും ജീരകവും അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതൊന്ന് നന്നായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. ഒരുപാട് നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല തോരന് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇത് പക്ഷെ നന്നായിട്ട് അരഞ്ഞിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക ചെയ്തിരിക്കണേ. അപ്പോൾ നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടീസ്പൂൺ വരുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കറിയാലോ, ചീര വേവാൻ അത്രയും ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഇതൊരു ആവി തട്ടിയാൽ തന്നെ ഇതിപ്പോൾ അങ്ങോട്ട് ചുരുങ്ങും. ശരിക്കും US-ലും അതുപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചീര സാലഡായിട്ട് കഴിക്കുന്നതാണ്. നമ്മളാണ് ഇങ്ങനെ വേവിച്ചൊക്കെ കഴിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ചീരയൊക്കെ ഒരു ആവി തട്ടിയാൽ വേവും. അങ്ങനെ അടച്ചു വെച്ച് വേവിക്കേണ്ട അത്രയൊന്നും ഇല്ല. നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നിട്ടും കണ്ടോ വെള്ളം ഇറങ്ങുന്നത് കണ്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അതായത് ചീര ജസ്റ്റ് ഒന്ന് കുക്കായ ശേഷം മാത്രം പീര ചേർത്താൽ മതി. അതായത് ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടില്ലേ, തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും സവോളയും എല്ലാം കൂടിയിട്ട് അത് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ തുറന്നു വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി, അടിയിലൊന്നും പിടിക്കാണ്ട്. കണ്ടോ, ഇത്രയും പണിയുള്ളൂ. 5 മിനിറ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇത്ര പരിപാടിയുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ലേശം എണ്ണ തൊഴിച്ചു കൊടുക്കുക. കഴിഞ്ഞു, ഇത്ര തന്നെ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ശരിക്കും ചീര തോരൻ ഉണ്ടാക്കുമ്പോൾ ചീരയിലുള്ള വെള്ളം തന്നെ മതിയാവും. അതിലും കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് കണ്ടോ എത്ര നന്നായിട്ട് വന്നിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നാളെ ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ഇതാണ് ചീര തോരൻ്റെ ക്ലോസ് ലുക്ക്.